ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കോളിഫ്ലവർ പക്കവടേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കോളിഫ്ലവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഓരോന്നായിട്ട് അടർത്തി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എല്ലോ അടർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു ബൗളിലോട്ട് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു ഗ്ലാസ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മാവിന് അത്യാവശ്യം ഒരു കട്ടി വേണം, അല്ലെങ്കിൽ കോളിഫ്ലവറിൽ ഇത് പിടിക്കില്ല കേട്ടോ. ഇപ്പോൾ നമ്മളെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച കോളിഫ്ലവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് 1 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കോളിഫ്ലവറിലേക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ കോളിഫ്ലവറൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പക്കവടേൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി ചൂടായതിന് ശേഷം പക്കവടേൻ്റെ മാവിൽ മുക്കിയിട്ടുള്ള നമ്മളെ കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഭാഗം ആയതിനു ശേഷം മറിച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു ബാച്ചും കൂടി ഞാൻ ഇടുന്നത് കാണിക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.